നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ്. ഒരു പന്നപ്പട്ടിയെ കുറിച്ച് അവനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പ്രായം തികയാത്ത പാലുകുടി പോലും മാറാത്ത പെൺകുട്ടിക്ക് വാട്സപ്പിൽ അശ്ലീല മെസ്സേജ് അയച്ചവനെ പന്നപ്പട്ടിയെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയൂ. എന്തായാലും ശരി, ഈ അശ്ലീല മെസ്സേജ് അയച്ചതിന് ശരിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് നാട്ടുകാർ. പിന്നെ ഇവനെ പറയുന്നത് പൊറോട്ട ഷിബു എന്നാണ്. പൊറോട്ട ഷിബു എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കും ഇവൻ വലിയ ഗുണ്ടയാണ്, തിരുവനന്തപുരത്തെ കിടുകിട വിറപ്പിക്കുന്ന ഗുണ്ടയാണ് എന്നൊക്കെ. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ തല്ലിച്ചതയ്ക്കുന്നത് കണ്ട് ആരോ വിളിച്ചു പറഞ്ഞു, ഒരു മനുഷ്യനെ പൊറോട്ടയടിക്കുന്നത് പോലെ നട റോഡിലിട്ട് തല്ലിക്കൊട്ടുന്നു ജനങ്ങളെന്ന്. ഇവനെ അതിനുശേഷം ആളുകൾ വിളിക്കുന്നത് പൊറോട്ട ഷിബു എന്നാണ്. ഇവന്റെ പ്രധാന ജോലി നാട്ടുകാരുടെ കയ്യിൽ നിന്നുമൊക്കെ അടി വാങ്ങിക്കൊട്ടലാണ്. ഈ അടികൊണ്ട് ചോരയിൽ കുളിച്ച ഇയാളാണ് പൊറോട്ട ഷിബു. അടി വാങ്ങിയത് ദിവസങ്ങൾക്ക് മുൻപാണെങ്കിലും അടിപൊളി സ്ഥലത്തിന് ഇപ്പോഴും കുറവില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പെൺകുട്ടികളെ വലയിലാക്കാൻ ശ്രമിക്കുന്ന പൊറോട്ട ഷിബു എന്നറിയപ്പെടുന്ന കിളിമാനൂർ സ്വദേശി ഷിബുവിന്റെ വാട്സപ്പ് ചാറ്റ് വിവരങ്ങൾ പുറത്ത്. തലസ്ഥാന ജില്ലയിലുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ഇയാൾ നടത്തിയ അശ്ലീല ചുവയുള്ള വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. സംഭവത്തിൽ പരാതി നൽകിയാൽ പെൺകുട്ടിയുടെ ഭാവി തകർക്കും, കുടുംബത്തെ അപായപ്പെടുത്തുമെന്നുള്ള ഇയാളുടെ ഭീഷണി ഭയന്ന് മാതാപിതാക്കൾ പരാതി നൽകാൻ ഭയന്നിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന ഇയാളെ കൊള്ളരുതായ്മയെ തുടർന്ന് സംഘടനയിൽ നിന്നും പുറത്താക്കിയതായി അറിയാൻ കഴിയുന്നു. എന്നാലും സംഘടനയുടെ പേര് പറഞ്ഞ് ദുരുപയോഗങ്ങൾ നടത്തുന്നു എന്നാണ് സൂചന. മോഹൻലാൽ, ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ് തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്കൊപ്പം എടുത്ത സെൽഫികൾ കാണിച്ചും ഗോകുലം ഗോപാലന്റെ മാനേജറാണെന്ന് പ്രചരിപ്പിച്ചുമാണ് പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത്. വെഞ്ഞാറമൂടുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലെത്തുന്ന പെൺകുട്ടികളെയാണ് ഇയാൾ ഏറെയും ഇരകളാക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനിടെയാണ് പ്രായപൂർത്തിയാകാത്തത് എന്ന് സംശയിക്കുന്ന പെൺകുട്ടിയോട് അശ്ലീല വീഡിയോ കാണാറുണ്ടോ എന്നും തനിക്കൊപ്പം വരാമോ എന്നും ചോദിക്കുന്ന ചാറ്റുകൾ പുറത്തുവന്നത്. നേരത്തെ CPM ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് ഇയാൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കിളിമാനൂർ പോലീസ് കേസെടുത്തിരുന്നു. ക്രിമിനൽ കേസുകളിൽ നിന്നും ഇയാൾ നിസ്സാരമായി രക്ഷപ്പെടുകയാണെന്ന് ആക്ഷേപമുണ്ട്. 49 വയസ്സുള്ള ഇയാൾ അങ്കിൾ എന്ന് വിളിക്കരുതെന്ന് പെൺകുട്ടികളോട് നിർബന്ധിക്കുന്നതും ചാറ്റുകളിൽ വ്യക്തമാണ്. ഇത്തരത്തിൽ പ്രമുഖരുടെ ഫോട്ടോയും പേരും വെച്ച് ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. ഇയാൾക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വിസ്മയ ന്യൂസ്, കിളിമാനൂർ.